ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാവ് എ നൈസ് ഡേ. എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ടോപ്പിക്കാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ 24 ഹവറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഇത് ജനറൽ റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ടൊക്കെയുള്ള സമയമായിട്ടുണ്ടാവുക. ആൻഡ് ജനറൽ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേഷൻ സംഭവിച്ചു കൊള്ളണം എന്നില്ല. അപ്പോൾ റെസനേറ്റ് ആവുന്നവർ മാത്രം എടുത്തിട്ട് അല്ലാത്തവർ വിട്ടേക്കുക. ഇത് ഞാൻ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ്. അങ്ങനെ റെസനേറ്റ് ആവുന്നില്ല എന്ന് വന്നാരും പറയാറില്ല. 2-3 പോയിൻറ്റ്സ് എങ്കിലും എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ടാവും. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ നിമിഷം മുതൽ 24 ഹവറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്ന ഭാഗ്യ നിർഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാനായിട്ട് പോവാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. Universe angels, what you need to hear right now. Within 24 ഹവറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ.
24 അവറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫിൻ്റെ ഉള്ളിൽ 24 അവറിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. ബോട്ടം ഓഫ് ദി ഡെക്ക് വരുന്നത് സ്ട്രെങ്ത് കാർഡാണ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ള ഇന്നത്തെ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഇത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള സ്പ്രെഡായിട്ട് കരുതാട്ടോ. നിങ്ങൾക്ക് അത്രയ്ക്കും ഹെവി ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് എനിക്കിതിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ നിന്ന് ഈ ഒരു നിമിഷം മുതൽ 24 അവറിനുള്ളിൽ 24 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മേധസ്സുറ്റ കാര്യങ്ങളാണ് ഞാൻ ഇനി നിങ്ങളുടെ അടുത്ത് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഈ നിമിഷം നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നത്. നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൊല്യൂഷനാണ് ഇനി മുതൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇത്രയും കാലം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ച ഒരുപാട് കാര്യങ്ങളുടെ ഒരു ആഫ്റ്റർ ഇഫക്റ്റാണ് ഇനി മുതൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ട് കരുതേണ്ട ചില ഒബ്ജക്റ്റീവ്സ് ഇതിൽ തന്നെയുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരാം. ഓക്കെ, ഫസ്റ്റ്ലി നിങ്ങൾ ഈ കാർഡ്സ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യൂ. ഈ കാർഡ്സിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാകുന്നത്, അല്ലെങ്കിൽ ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത് എനർജി ആയിട്ടൊന്ന് സിങ്ക് ആവാൻ നോക്കൂ. നിങ്ങളുടെ ലൈഫിലെ കുറേ കാര്യങ്ങൾ ഇപ്പം ഞാനൊരു കുറച്ച് കാർഡേ എടുത്തിട്ടുള്ളൂ, 8 കാർഡ്സേ ഞാൻ എടുത്തിട്ടുള്ളൂ. അതിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കാർഡിൽ എനിക്ക്, ഈ ഒരു ഡെക്കിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിത് കഴിഞ്ഞിട്ട് ഏഞ്ചൽസ് മെസ്സേജസ്, ഒറാക്കിൾ മെസ്സേജസും കൂടി നോക്കിയിട്ട് എത്രത്തോളം റിയാലിറ്റിയാണ് ഇതിൽ വരുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം വളരെ നിങ്ങളുടെ കൂടെ വളരെയധികം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ കൂടെ അങ്ങനെ വളരെയധികം യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ടാണ് പല സിറ്റുവേഷനുകളിലും പല സാഹചര്യങ്ങളിലും നിങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ട് പോന്നിരുന്നത് എന്നുള്ള സത്യം ഞാൻ വളരെ വിഷമത്തോടു കൂടി മനസ്സിലാക്കുന്ന ഒരു നിമിഷമാണിപ്പോൾ. അപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ആ ഒരു സ്പെഷ്യലായിട്ടുള്ള ഭാഗ്യ നിർഭാഗ്യ നിമിഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാൻ പോവാണ്. വളരെയധികം കാലമായിട്ട് ഒത്തിരിയധികം സ്ട്രഗിൾ ചെയ്ത്, ഒത്തിരിയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ച്, ജീവിതത്തിൻ്റെ കയ്പും മധുരവും എരിവും പുളിയും എല്ലാം അറിഞ്ഞ് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യരാണ് നിങ്ങൾ. ഈ റീഡിങ് കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു അന്തവും ഒരു കുന്തവും ഉണ്ടാവില്ല. അത്രയ്ക്കും അധികം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ പല സ്റ്റേജുകളിലായിട്ട്, എല്ലാം കൂടി ഒരുമിച്ചെന്നല്ല, പല സ്റ്റേജുകളിലായിട്ട് നിങ്ങൾ അനുഭവിച്ച് വന്നിട്ടുണ്ട് പല കാര്യങ്ങൾ. നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എടുത്ത് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയ്ക്കും അധികം കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ ദൈവമേ എന്ന് നിങ്ങൾ ചിന്തിക്കും. അങ്ങനെയുള്ള ഒരു വളരെ പ്രഷ്യസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ. ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്റ്റക്കാക്കുന്നുണ്ട്. സ്റ്റക്ക് എന്ന് പറഞ്ഞാൽ പോരാ,
നിങ്ങളുടെ മനസ്സിനെ ഫ്രീസാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ ഫ്രീസാക്കി വെക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പല സ്റ്റേജുകളിലും നിങ്ങൾക്ക് പല റിസൾട്ടും തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അതൊരു ഡിപ്രഷൻ മോഡിലേക്ക് വരെ നിങ്ങൾ എത്തിച്ചിട്ടുള്ള പല കാര്യങ്ങളാണ്. എന്തൊക്കെയോ കാര്യങ്ങളിൽ നിന്നും പുറത്തോട്ട് കടന്നു വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്. റിക്കവർ ചെയ്ത് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉള്ളിലുണ്ടാവുന്നുണ്ടെങ്കിൽ കൂടെയും പുറത്തോട്ട് അത് നിങ്ങൾ ചെയ്യാൻ നോക്കുന്ന പക്ഷം പല കാര്യങ്ങളും നിങ്ങളെ വന്ന് വീണ്ടും ഫ്രീസാക്കുന്ന ഒരവസ്ഥ. അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് ഫ്രീസായി പോയൊരവസ്ഥ. ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ ജന്മത്തിലും അതിൻ്റെ മുൻപത്തെ ജന്മത്തിലും നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളുടെ ഫലം, അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികന്മാർ ചെയ്തു പോയിട്ടുള്ള പല പാപങ്ങളുടെയും ഫലം നിങ്ങളിപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് വഴി, നിങ്ങളുടെ പൂർവികന്മാർ വഴി പല കാര്യങ്ങൾ നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടിയ കുറേ കാര്യങ്ങളുണ്ടാവാം. അവരുടെ പിടിപ്പ് കേടുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടമായി പോയ കുറേ കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ സ്വത്തുക്കളായിരിക്കാം, പല കാര്യങ്ങളായിരിക്കാം. നിങ്ങൾക്ക് നഷ്ടമായി പോയ കുറേ കാര്യങ്ങളുണ്ട്. കുറച്ചധികം പേരുടെ കണ്ണീര് വീഴ്ത്തിയിട്ടുള്ള കുറച്ചധികം ആളുകളെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ ആയിരിക്കാം ആരെങ്കിലുമൊക്കെ നിങ്ങൾ കരയിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആരെയൊക്കെയോ നിങ്ങൾ വളരെയധികം വിഷമിപ്പിച്ചുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ജന്മത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിന് ഉന്നത ജന്മത്തിലായിരിക്കാം. ആരെയൊക്കെയോ നിങ്ങൾ വളരെയധികം നിരസിപ്പിച്ചിട്ടുണ്ട്, അവരുടെ മനസ്സിനെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു കർമ്മഫലം നിങ്ങളെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം എന്ന് വേണം പറയാനായിട്ട്. ആ അനുഭവിച്ച കാര്യങ്ങളുടെ ഒരു ചുരുളഴിയുന്ന ഒരു സമയമാണ് ഇനി വരുന്ന 24 മണിക്കൂറിനുള്ളിലോ അതിന് അപ്പുറമോ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ. ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു കാണും ഒരുപാട് തവണ. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ, ദുരിതങ്ങൾ, ആകുലതകൾ, വഴക്കുകൾ, വയ്യാവേലികൾ, ഇതൊക്കെ എനിക്ക് മാത്രമേ ഉള്ളൂ? ഒരുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്ന പുഴയുടെ ഒരവസ്ഥയാണ്, ഗതിക്കനുസരിച്ച് ഒഴുകുന്ന ഒരവസ്ഥ. എനിക്ക് എന്തുകൊണ്ടൊരു ഗതി പിടിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ആലോചിച്ച് ഞങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ചുണ്ടോടടുക്കുമ്പം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾ കൈ വന്ന് ചുണ്ടോടടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് തട്ടിപ്പോവാണ്. നിങ്ങളെല്ലാം നേടി പ്രയത്നിച്ചു, ഒരു ബിസിനസ് ചെയ്തു, അതിനുവേണ്ടി ഒരു സംരംഭം എടുത്തു, നിങ്ങൾ കരിയറിൽ നിങ്ങളൊരു ജോബിന് വേണ്ടി ഒരുപാട് പ്രയത്നിച്ചു. ചിലപ്പോൾ 6 മാസം, 3 മാസം, 4 മാസം നിന്നിട്ട് ആ ജോബ് ഉപേക്ഷിച്ച് പോരേണ്ട അവസ്ഥ, അവിടെ നിന്ന് മാറേണ്ട അവസ്ഥ, അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുന്നതിന് 1 മാസത്തിനിടയ്ക്കോ 2 ദിവസത്തിനിടയ്ക്കോ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അവിടെ നിന്ന് റിലീവ് ചെയ്യേണ്ട അവസ്ഥ. അങ്ങനെ നിങ്ങളുടെ കരിയറിൽ മൊത്തം ഭയങ്കര ഡിങ്കോളിഫിക്കേഷനാണ് നടക്കുന്നത്. ഇന്നിവിടെ ഞാൻ ഉദ്ദേശിച്ചത് ആകെ ഒരു പുകമയമാണ്. ഒരു കാര്യത്തിലും ഒന്നങ്ങോട്ട് വെച്ച് പിടിക്കാനായിട്ട്, പച്ച പിടിക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കുള്ളൊരു നീതി ലഭിക്കാൻ പോവുകയാണ്. ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കുള്ള ഒരു റെസൊല്യൂഷൻ നിങ്ങൾക്ക് ഉടനെ സംഭവിക്കുവാൻ പോവുകയാണ് എന്നുള്ളതാണ് വാസ്തവം. നിങ്ങളുടെ മനസ്സിനേറ്റ ഒരുപാട് മുറിവുകൾക്ക്, നിങ്ങളുടെ മനസ്സിനേറ്റിട്ടുള്ള ഒരുപാട് വേദനകൾക്ക്, പ്രഹരങ്ങൾക്കെല്ലാം, നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾസിനെല്ലാം ഒരു ആൻസർ ലഭിക്കുകയാണ്, ഒരു ഉത്തരം ലഭിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് പോകുന്ന രീതി വളരെ വിലപ്പെട്ടതായിരിക്കും. ആരും ആഗ്രഹിച്ചു പോകുന്ന തരത്തിലുള്ള ഒരു ജീവിതമായിരിക്കും ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഒരിക്കലും ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ വളരെയധികം പ്ലാൻ ചെയ്ത് വെക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ആവും, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നൊക്കെ നിങ്ങൾ ഭയങ്കരമായിട്ട് പ്ലാനിങ്ങും ഭയങ്കരമായിട്ട് കാൽക്കുലേഷൻസൊക്കെ വെച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ്. പക്ഷെ നിങ്ങളുടെ എല്ലാ പ്ലാനും എല്ലാ കാൽക്കുലേഷനും ഒരുപോലെ നടക്കുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ പ്ലാൻസും കാൽക്കുലേഷൻസും എല്ലാം അതുപോലെ പക്കാ നടക്കുന്നുണ്ടോ? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ അതിൻ്റെ 7 അയലത്ത് പോലും വരില്ല, വേറെ ഏതൊക്കെയോ രീതിയിലാണ് സംഭവിച്ചു പോകുന്നത്.
അതെല്ലാം നിങ്ങളുടെ കർമ്മഫലമാണ്. നിങ്ങൾ മറ്റാരെയോ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ കഷ്ടപ്പാടിനും നിങ്ങളുടെ യാതനയ്ക്കൊക്കെയുള്ള ഒരു റിസൾട്ട് ഇനി സംഭവിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടിലായിരുന്നു. നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നില്ല, മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള ഡിപ്രഷൻ സ്റ്റേറ്റിൽ നിങ്ങൾ എത്തിക്കുന്നു, പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ജീവിച്ച് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകുന്നു. അങ്ങനെ പല കാര്യങ്ങൾ പല സ്റ്റേജുകളിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ അതിൽ നിന്നുമെല്ലാം ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ ഓരോ സ്ട്രഗിൾസ് വരുമ്പോഴും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമ്പോഴും നിങ്ങൾ എന്താണ് ഒരു പിടി മൂല്യം, ഒരു പിടി വാല്യുബിൾ ആയിട്ടുള്ള കുറച്ച് തിങ്സ് നിങ്ങൾ അതിൽ നിന്നും ഏൺ ചെയ്യുന്നു. മനസ്സിലായി? അതിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്യുന്നു. അതാണ് നിങ്ങൾ എല്ലാ സ്ഥലത്തു നിന്നും അല്ലെങ്കിൽ എല്ലാ സ്ട്രഗിൾസിൽ നിന്നും നിങ്ങൾ നേടിയെടുക്കുന്ന ഒരു വലിയ കാര്യം, പ്രഷ്യസ് ആയിട്ടുള്ള വലിയ കാര്യം എന്ന് പറയുന്നത് അതാണ്. കുറച്ച് വാല്യുബിൾസ് നിങ്ങൾ എല്ലായിടത്തു നിന്നും ഒരു പിടി എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ എല്ലായിടത്തു നിന്നും കുറച്ച് പോസിറ്റീവ്സ് നിങ്ങൾ എല്ലായിടത്തു നിന്നും എടുക്കുന്നുണ്ട്. എത്ര നെഗറ്റീവ് കൂമ്പാരമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് കുറച്ച് പോസിറ്റീവ്സ് എടുത്തിട്ടാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പോസിറ്റീവ്സ് അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് എല്ലായിടത്തു നിന്നുള്ള പോസിറ്റീവ്സ് എടുക്കാനുള്ള കഴിവുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തു, പക്ഷെ നേടിയെടുത്ത കാര്യങ്ങളിലൊന്നും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത അവസ്ഥ. അതായത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഒരു റിലേഷൻഷിപ്പ്, ഒരു ബന്ധുക്കൾ, എന്തെങ്കിലും ഒന്നൊരു വിഷമം വന്ന ഒരു ചായാൻ വേണ്ടി ഒരു തോളില്ലാത്ത അവസ്ഥ, എന്തെങ്കിലും ഒരു വിഷമം വന്ന ഒരു കാര്യം ചോദിക്കാനോ പറയാനോ ഒരാളില്ലാത്ത അവസ്ഥ. അങ്ങനെ പല സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു രീതി എനിക്ക് കാണുന്നുണ്ട് ഈ സ്പ്രെഡിലൂടെ. പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് ഉപയോഗിച്ച്, നിങ്ങൾ നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ജയിച്ചു വന്നവരാണ്. ഒരു സിംഹക്കുട്ടിയെ പോലും മെരുക്കിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ. പക്ഷേ അതിൽ നിന്നൊക്കെ നിങ്ങൾ ജയിച്ച് വരികയാണ്, മുന്നോട്ട് നീങ്ങാണ്, പടവെട്ടി നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും നിങ്ങൾ ജീവിക്കാൻ പഠിക്കുന്നുണ്ട്. ഏതൊക്കെ സ്റ്റേജിൽ ഏതൊക്കെ ലെവലിൽ പോയാൽ എങ്ങനെയൊക്കെ ആകാമെന്ന് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വരുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും അറിയാത്തൊരു അവസ്ഥയിൽ കൂടെയൊക്കെ നിങ്ങൾ കടന്നു പോകുന്നത്. മനസ്സിലായോ? പല കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ ലൈഫിൽ പഠിക്കാനുണ്ട് എന്നുള്ളതാണ് സത്യം. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇനി മേജറായിട്ട് 24 ഹവറിനുള്ളിൽ വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച കഷ്ടതകൾക്കും യാതനകൾക്കും കർമ്മഫലങ്ങൾക്കൊക്കെ ഒരു റിസൾട്ട് ഉണ്ടാവുകയാണ്. അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. സന്തോഷവും സമാധാനവും ശാന്തിയും നിറഞ്ഞൊരു ലൈഫ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഈ ഒരു കാർഡിൽ നിന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. വിത്തിൻ 24 ഹവേഴ്സിനുള്ളിൽ പലർക്കും അത് സ്റ്റാർട്ട് ചെയ്യും. ചിലർക്ക് 24 ഹവർ കഴിഞ്ഞിട്ടായിരിക്കാം, ചിലർക്ക് നെക്സ്റ്റ് വീക്ക് ആയിരിക്കാം. മിക്കവാറും ആളുകൾക്കും 24 ഹവറിനുള്ളിൽ, ഈ വീഡിയോ കണ്ട് 24 ഹവറിനുള്ളിൽ നിങ്ങളുടെ ലൈഫിലേക്ക് പോസിറ്റീവ്സ് അട്രാക്റ്റ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഉള്ളൊരു കോള്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളൊരു മെസ്സേജ്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ലൈഫ്, ഒരു കരിയർ, ഒരു ഓഫർ ലെറ്റർ, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക, സെറ്റായിട്ടിരിക്കുക. ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നമ്മുടെ 3 ചാനലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കണക്റ്റീവായിട്ടുള്ള റീഡിങ്സ് വരുമ്പോൾ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അതുവഴി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങളത് എഫേം ചെയ്യാണ്. അത് കുറുക്ക് വഴിയാണ് ചെയ്യാൻ സാധിക്കുന്നവർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഇതിന് താഴെ, ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നെക്സ്റ്റ് എന്ത് ടോപ്പിക്കാണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ, ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങൾ ഇട്ടാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.